നമസ്കാരം. The things you regret more in your life are the risk you did not take. നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് അതെടുക്കാതെ വിജയിക്കാതിരിക്കുന്ന ആ ഒരു സമയങ്ങളായിരിക്കാം പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ റിസ്ക് എടുക്കുക. വിജയം തോൽവി എന്നുള്ളതൊക്കെ പ്രപഞ്ച സത്യങ്ങളാണ്. സോ റിസ്ക് എടുക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ്സ് മിലിൻഡോ. വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് മൈൽസ്റ്റോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞിരുന്നു അതിനെ 3 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതികളാണ്. അത് 3 വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാർട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ട്, പ്രാക്ടിക്കൽ ഒന്ന് ചെയ്തു നോക്കേണ്ടതായിട്ടുണ്ട്. ഈ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയിലൊക്കെ നമ്മൾ തിയറി കൂടുതൽ പറയുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളിത് കേട്ടിട്ടാണെങ്കിൽ ശരി, ചാർട്ട് വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ്, തിയറി ബേസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, അങ്ങനെ വെറുതെ പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഇത് ഞാൻ പറയുന്ന ഒരു തിയറി ബേസിൽ ചാർട്ട് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ പറയുന്നത് റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി വിത്ത് വോളിയം ഇൻഡിക്കേറ്റേഴ്സ്. അതായത് വോളിയം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, അതാണ് പറയുന്നത്. അതിനു മുമ്പ് ഒന്നുകൂടി പറയട്ടെ, റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനെ കുറിച്ച് അറിയത്തില്ല അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ കാണുക. അതിനകത്ത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിവറ്റ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റേഞ്ച് ബൗണ്ടിൽ ട്രേഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ചാർട്ടിൽ വെച്ചിട്ട് തന്നെ പഠിക്കാം. ചാർട്ട് നോക്കി എങ്ങനെ വോളിയം ഇൻഡിക്കേറ്റേഴ്സ് കണ്ടെത്താം, വോളിയം ഇൻഡിക്കേറ്റേഴ്സിന്റെ ബേസിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് ചാർട്ട് വെച്ചിട്ട് തന്നെ നോക്കാം. ഓൺ ബാലൻസ് വോളിയം എങ്ങനെ ചാർട്ടിൽ ഐഡന്റിഫൈ ചെയ്യാം നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിഫ്റ്റിയിലെ എപ്പോഴും ഞാൻ ട്രേഡ് കൂടുതൽ എടുക്കുന്ന നിഫ്റ്റിയിലായതുകൊണ്ടാണ് നിഫ്റ്റിയുടെ ചാർട്ട് കാണിക്കുന്നത് കേട്ടോ, അല്ലാതെ സ്റ്റോക്ക് റെഫർ ചെയ്യുന്നൊന്നും അല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ എടുക്കുന്നു, നിഫ്റ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക. ഞാൻ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുവാണ്. ഇപ്പം ഇത് കാണിച്ചു തരാനായിട്ട്. അപ്പം നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് ചെല്ലാം. അവിടെ നമുക്ക് ഓൺ ബാലൻസ് വോളിയം, അതായത് നമ്മൾ ഓൺ ബാലൻസ് വോളിയം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഓൺ ബാലൻസ് വോളിയം എന്ന് പറയുന്നത്. ഈ ഒരു ലൈനെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇത് എന്തിന്റെ ബേസിലാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഓൺ ബാലൻസ് വോളിയം നോക്കാനായിട്ട് നമുക്ക് മൂവിംഗ് ആവറേജ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഈ മൂവിംഗ് ആവറേജിൽ ഈ വോളിയത്തിൽ ഈ ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു ബേസിലാണ് നമ്മൾ മാർക്കറ്റിലെ വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ അതിന്റെ സെറ്റിംഗ്സ് ഉണ്ട്. ഓൺ ബാലൻസ് വോളിയത്തിന്റെ സെറ്റിംഗ്സ് സൈഡിലപ്പോൾ വരും. നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. ഈ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയ ശേഷം നമുക്ക് SMA വേണം, സ്മൂത്ത് മൂവിംഗ് ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ SMA അപ്പം നമുക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് താഴെ വന്നിട്ടുണ്ട്, SMA വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് SMAയുടെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു റെഡ് കളർ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇൻപുട്ടിലോട്ട് പോവുകയാണെങ്കിൽ SMA ഇവിടെ കിടപ്പുണ്ട്. ഇനി സ്മൂത്തിങ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നോക്കൂ 9, 10 നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും. ഞാനിവിടെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ താഴെ നോക്കൂ, താഴെ ആ ഒരു ലൈനുമായിട്ട് ഓൺ ബാലൻസ് വോളിയം ആ ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ടോ, ഞാനത് എപ്പോഴും 20 ആണ് എടുക്കുന്നത് കേട്ടോ. 20 ആണ് ഞാൻ എപ്പോഴും 20 SMA ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 20 ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് കാണുമ്പോഴും കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. ഈ ഒരു 20 എടുക്കുകയാണെങ്കിൽ നമ്മൾ അതുകൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. നോക്കൂ, അപ്പം ഇപ്പം നമുക്ക് റെഡ് കളർ കൊടുത്തിരിക്കുന്നതാണ് SMA 20 ആണ്. അതാണ് ഇത് ഓൺ ബാലൻസ് വോളിയം എന്ന് പറയുന്നത്. ഇനി ഈ ഓൺ ബാലൻസ് വോളിയം ഇവിടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാർക്കറ്റിലെ ആ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനെയും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ട്രേഡ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനത് ഇതൊന്ന് വലുതാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. നോക്കൂ, ഇപ്പൊ കണ്ടോ, ഇതിവിടെ നമ്മൾ ഈ SMA ക്രോസ് ചെയ്യുന്ന, അപ്പൊ ഇവിടെ ഈ SMA എന്ന് പറയുന്ന ഈ ഒരു ലൈന് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ട്രേഡിൽ ഉപയോഗിക്കാവുന്നതാണ്. നോക്ക്, ഇവിടെ ഒരു SMA ഇവിടെ ക്രോസ് ചെയ്ത് ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ആ ട്രേഡ് നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കണം സെറ്റ് ചെയ്യുന്നത്? ടാർഗറ്റ് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ആ റെസിസ്റ്റൻസ് സോണിലായിരിക്കും നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ മാർക്കറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട്, ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ലൈൻ വരച്ച് കാണിക്കാം.
ഈ മാർക്കറ്റിൽ ഇതാണ് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ EMI ഇവിടെ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ നോക്കൂ, ഈ EMI ഇവിടെ ക്രോസ് ചെയ്ത പോയിന്റിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നു. ഈ ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. എവിടെ വരെ? ഈ റെസിസ്റ്റൻസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്കിത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ട്രേഡും കൂടി, സ്കാൽപ്പേഴ്സിന് മാത്രമല്ല ഹോൾഡ് ചെയ്യാനുള്ള ഒരു ട്രേഡും കൂടി നമുക്ക് ഈ OBV വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ ഒരു റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടെ ഒന്ന് EMI ക്രോസ് ചെയ്തു, അത് വീണ്ടും ഒരു ഫേക്ക് പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നു. ഇവിടെ ഈ ഫേക്ക് പുൾ ബാക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു വോളിയം ഇല്ല. നല്ല വോളിയത്തോടെയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സൈഡിലോട്ട് മാർക്കറ്റിനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടുന്ന് നമ്മളൊരു ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക. ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു വോളിയത്തോട് കൂടി തന്നെ ഇങ്ങനെ പോവുകയാണ് അല്ലേ. നോക്കൂ, ഇവിടെ ഒന്ന് EMI ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ മാർക്കറ്റ് നോക്കിക്കേ, ആ മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്തു. ഇതുപോലെ നമുക്ക് ഇവിടെ ഈ റെസിസ്റ്റൻസ് സോണിൽ നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഇനി ഹോൾഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പോലും നമുക്ക് അടുത്ത ഈ EMI ക്രോസ് ചെയ്യുന്ന അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അപ്പൊ മാക്സിമം നോക്കൂ, ഇത് കണ്ടോ, ഒരു 230യിൽ നമ്മൾ ഇവിടുന്ന് 240യിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്കത് റെസിസ്റ്റൻസ് സോണിൽ വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. 368 വരെയുള്ള ട്രേഡ് കിട്ടും. റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണ്, അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഉള്ളിലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റിന്റെ അളവ് കുറയുന്നില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുമ്പോൾ കണ്ടോ, ഈ സൈഡിൽ വോളിയം കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, 2.5, 2.6, 2.75 ഇത് കണ്ട് ഇങ്ങനെ വോളിയം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കൂ, ആ 2.7ലാണ് ഇവിടെ വോളിയം കിടക്കുന്നത്. അപ്പൊ അതിങ്ങനെ മേളിലോട്ട് കയറി നോക്കുക, 3.5 വന്നു, 3 ഇങ്ങനെ മുകളിലോട്ട് കയറി മൂവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് വീണ്ടും ഇറങ്ങി വരുമ്പോൾ വോളിയം കുറയും. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിയാൽ ആ വോളിയം കുറയുവാണെന്ന് കാണുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഓൺ ബാലൻസ് വോളിയം എല്ലാവർക്കും ഒന്നും അത്രയ്ക്ക് ഒരു സൂട്ടബിൾ ആകണമെന്നില്ല. ഞാൻ ഈ OBV ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊരു പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുക, OBV എന്ന് പറയുന്നത്. പിന്നെ ഈ OBVയുടെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ പ്രീവിയസ് ഡേയിലെ വോളിയമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻസ് ഒക്കെ സത്യത്തിന് നമുക്ക് തിയറിറ്റിക്കൽ ബേസിൽ പറയാവുന്നേ ഉള്ളൂ. നമുക്കതൊന്നും ചെയ്ത് നോക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം OBV ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇത്രേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. നമ്മൾ ഈ SMA ബേസിലാണ് നോക്കുന്നത്. ഹൈ വോളിയം വരുമ്പോൾ ഈ OBV നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. വോളിയം വളരെ കൂടുമ്പോൾ ഈ OBV ലൈൻ നന്നായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ SMA ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ്. എക്സിറ്റ് എൻട്രി പൊസിഷൻസ് എന്ന് പറയുന്നത് ഈ SMA ബേസിൽ ക്രോസ് ചെയ്യുമ്പോഴാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൈഡിലുള്ള വോളിയത്തിന്റെ മൂവ്മെന്റ്സ് കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓർക്കും റേഞ്ച് ബൗണ്ട് ആണല്ലോ, ഇവിടെ സൈഡ് വേ രീതിയിലാണല്ലോ പോകുന്നത്, ട്രേഡ് കിട്ടത്തില്ല. ആ ഒരു ഫീൽ ഒന്നും വേണ്ട. റേഞ്ച് ബൗണ്ട് ട്രേഡിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. ഹായ്, അപ്പോൾ വോളിയം ഉപയോഗിച്ചിട്ട് എങ്ങനെ റേഞ്ച് ബൗണ്ടിൽ ട്രേഡ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ പരിചയപ്പെടുക, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഒന്ന് ചാർട്ടിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാർട്ടിൽ അത് എടുക്കാനും ഇൻഡിക്കേറ്റേഴ്സ് പെട്ടെന്ന് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് വീണ്ടും ഒന്ന് എടുത്ത് നോക്കുക, വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക, അത് ഉപയോഗിച്ചിട്ട് റേഞ്ച് ബൗണ്ടിൽ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ വോളറ്റാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്ന വീഡിയോയുമായിട്ട് എത്താം. അതുവരേക്കും ബൈ.